യാതൊരുവിധ GPS-ന്റെയും ഒരു സഹായമില്ലാതെ ഒരു തേനീച്ച എങ്ങനെയാണ് തന്റെ കോളനിയിലുള്ളവരോട് 5 കിലോമീറ്റർ അപ്പുറത്ത് ഫുഡ് അവൈലബിൾ ആണ് എന്ന് പറയുന്നത്? അതുപോലെ ഒരു കാക്ക എങ്ങനെയാണ് ഒരു ടൂൾ ഉപയോഗിച്ച് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സിംഹം തന്റേതല്ലാത്ത കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നത്? എങ്ങനെയാണ് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു കുയില് ഒരു കാക്കയെ പറ്റിക്കുന്നത്? ഒരു ഫംഗസ് എങ്ങനെയാണ് ഒരു ഉറുമ്പിന്റെ മൈൻഡിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്? നമ്മൾ മനുഷ്യർ വിചാരിക്കും മനുഷ്യനാണ് ഭൂമിയിലെ ഏറ്റവും ബുദ്ധി കൂടിയ ജീവികൾ എന്നല്ലേ? പക്ഷേ ഈ ചോദ്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ സ്നേഹിക്കുന്നു, നമ്മൾ സഹായിക്കുന്നു, നമ്മൾ മത്സരിക്കുന്നു, നമ്മൾ യുദ്ധം ചെയ്യുന്നു, നമ്മൾ പറ്റിക്കുന്നു. ഇതൊക്കെ മനുഷ്യരുടെ ബിഹേവിയർ ആണെങ്കിലും അനിമൽ വേൾഡിൽ ഇത് ഇതിനേക്കാളും സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാലോ? നിങ്ങളൊരു കാട്ടിലൂടെ നടക്കുകയാണ്, അപ്പൊ അവിടെ ഒരു മാൻകൂട്ടം നിൽക്കുന്നുണ്ട്. അവർ ചുമ്മാ നിൽക്കുന്നതല്ല, അവരവരുടെ ജീവിതം പരസ്പരം രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷി പാട്ട് പാടുന്നു. അത് വെറും ഒരു പാട്ടല്ല, അത് ആക്ച്വലി ഒരു പ്രൊപ്പോസൽ ആണ്. ഒരു തവളക്ക് വളരെയധികം ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറുണ്ട്. അത് അതിന്റെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടല്ല, അതൊരു വാർണിംഗ് കളറേഷൻ ആണ്. ഈ ലോകത്തുള്ള എല്ലാ ജീവികളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതായത് ഒരു പ്രിഡേറ്ററും പ്രേയും, ഒരു ഹോസ്റ്റും പാരസൈറ്റും, ഒരു പാരന്റും അവരുടെ കുട്ടികളും, ഒരു മെയിലും ഒരു ഫീമെയിലും. ഇവരെല്ലാവരും തന്നെ ഒരു വലിയ എവല്യൂഷണറി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഗെയിമിന്റെ റൂൾസ് എന്താണ്? എന്തുകൊണ്ട് ചില ജീവികൾ ജീവിതകാലം ഉടനീളം ഒരു പാർട്ട്ണറിന്റെ കൂടെ മാത്രം ജീവിക്കുന്നു? എന്തുകൊണ്ട് ഓരോ ദിവസവും പുതിയ പുതിയ പാർട്ട്നേഴ്സിനെ ചില ജീവികൾ കണ്ടുപിടിക്കുന്നു? ചിലർ എന്തുകൊണ്ട് കൂട്ടമായിട്ട് ജീവിക്കുന്നു? ചിലർ എന്തുകൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നു? നമ്മൾ ഇന്ന് അനിമൽ വേൾഡിലെ കുറെ ഡീപ്പായിട്ടുള്ള രഹസ്യങ്ങൾ തേടി പോവുകയാണ്. ആൾട്രൂയിസം, ലവ്, സെക്സ്, വാർ, പ്രിഡേഷൻ, പാരസൈറ്റിസം എന്ന് വേണ്ട കുറേ കാര്യങ്ങൾ. സോ വെൽക്കം ടു ദ സീക്രട്ട് റൂൾസ് ഓഫ് അനിമൽ കിങ്ഡം. നമ്മുടെ ലൈഫിന്റെ പേർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് അതിനെ പല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ ഞാൻ പറയും, ജനിക്കുക, വളരുക, സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുക, റീപ്രൊഡ്യൂസ് ചെയ്യുക, മരിക്കുക. ആ ഒരു പെർസ്പെക്റ്റീവ് ആണ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് എവല്യൂഷന്റെ ബേസിക് ഐഡിയ എന്താണ്? അതായത് സർവൈവ് ചെയ്യുക, റീപ്രൊഡ്യൂസ് ചെയ്യുക, അതായത് സ്വന്തം ജീൻ നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. നമ്മൾ അനിമൽ വേൾഡിലേക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു ഐഡിയക്ക് എഗൻസ്റ്റ് ആയിട്ട് കുറെ ബിഹേവിയർ ഇവർ കാണിക്കുന്നതായിട്ട് മനസ്സിലാവും. ഈ ഒരു ലോജിക്കേ ഇല്ലാത്ത രീതിയിലായിരിക്കും അവർ ബിഹേവ് ചെയ്യുന്നത്. ഒരു ഗ്രൗണ്ട് സ്ക്വരല് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു പ്രിഡേറ്റർ, ഒരു പരുന്ത് വരുന്നു. അപ്പോഴത്തേക്കും ഇവരുടെ ബിഹേവിയർ എന്തായിരിക്കും ഉണ്ടാവേണ്ടത്? അതായത് ഈ പ്രിഡേറ്ററിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ ഓടി ഒളിക്കുകയോ എവിടെയെങ്കിലും പോയി ഇവരുടെ കൂട്ടിൽ കയറി ഒളിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ചെയ്യുന്നത് തിരിച്ചാണ്. വലിയ രീതിയിൽ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങും. ഈ ശബ്ദം കേട്ടിട്ട് മറ്റുള്ള ഗ്രൗണ്ട് സ്ക്വറൽസ് എല്ലാവരും തന്നെ ഓടി ഒളിക്കുകയാണ് ചെയ്യുന്നത്. അവർ രക്ഷപ്പെടും. ആരാണ് ഇവിടെ ഒരു ഡേഞ്ചർ സോണിലാവുന്നത്? ഈ ശബ്ദം ഉണ്ടാക്കിയ സ്ക്വരൽ. അപ്പൊ ചോദ്യം ഇതാണ്, എന്തിന് സ്വന്തം ജീവൻ അപകടത്തിലാക്കിയിട്ട് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കണം? സയൻസിൽ ഇതിനെ പറയുന്നത് ആൾട്രൂയിസം എന്നാണ്. ആൾട്രൂയിസം ഈസ് ദ അൺസെൽഫിഷ് കൺസേൺ ഫോർ ദ വെൽ ബീയിങ് ഓഫ് അതേഴ്സ്, characterized by the action that prioritize others people's needs ആൻഡ് ഹാപ്പിനെസ് ഓവർ വൺസ് ഓൺ. അതായത് മറ്റുള്ള ജീവികൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകും, പക്ഷെ സ്വന്തം ജീവന് കോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ആൾട്രൂയിസം എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നോക്കാം. ആഫ്രിക്കൻ സവാനസിൽ കാണപ്പെടുന്ന ഒരു ഓർഗാനിസമാണ് ഈ മീർ കാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ക്യൂട്ട് അനിമൽസിനെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും. ഇവർ ഉറങ്ങി വീഴുന്ന വീഡിയോസ് എല്ലാം നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇവർ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ പോയിട്ട് ഒരു കുറച്ച് ഉയർന്ന സ്ഥലത്ത് നിൽക്കും. കാരണം പ്രിഡേറ്റേഴ്സ് വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു വാച്ച്മാൻ പോലെ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റിയെ പോലെ ഏതെങ്കിലും പ്രിഡേറ്റേഴ്സ് വരുവാണെങ്കിൽ ഈ നിൽക്കുന്ന ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഒച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. കാരണം മറ്റുള്ള ആൾക്കാരെ അലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അലാം കോളാണത്. അപ്പം ബെനിഫിറ്റ് ആകുന്നത് ആർക്കാണ്? ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള ആളുകൾ ഓടിപ്പോയി അവരുടെ മാളത്തിൽ ഒളിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഡേഞ്ചർ സോണിൽ ആവുന്നത് ഈ വാച്ച്മാനായിട്ട് നിന്ന ആള് തന്നെ. അനിമൽ വേൾഡിൽ വളരെയധികം ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ് ഹണി ബീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് പല പേഴ്സ്പെക്റ്റീവില്. അപ്പൊ ഇവരുടെ കോളനി എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു ക്വീൻ ഉണ്ടാവും, കുറെ വർക്കേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ കുറച്ച് മെയിൽസും ഉണ്ടാവും. ഈ വർക്കേഴ്സും ക്വീനും ഫീമെയിൽ ആണ്. ഇവിടെ ഈ കോളനിയെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യപ്പെടുവാണെങ്കിൽ ഇവർ വന്നിട്ട് സ്റ്റിങ് ചെയ്യും. നമുക്കറിയാം തേനീച്ച കുത്തുന്നു എന്നുള്ള കാര്യം. കുത്തുന്ന തേനീച്ചകൾ ഒട്ടുമിക്കവാറും മരിച്ചു പോകാനാണ് ചാൻസ്. കാരണം അവരുടെ സ്റ്റിങ്ങിങ് അപ്പാരറ്റസ്, അവരുടെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ പുറത്തു വന്ന് സ്റ്റിങ് നമ്മുടെ ശരീരത്തിൽ കുത്തി നിന്നിട്ട് അവർ ചത്തുപോകാനാണ് ചെയ്യുന്നത്. അങ്ങനെ സ്വന്തം ജീവൻ സാക്രിഫൈസ് ചെയ്ത് കോളനിയെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ചാൾസ് ഡാർവിൻ പോലും ഈ ഹണിബീസിനെയൊക്കെ കണ്ടിട്ട് വണ്ടർ അടിച്ച് നിന്നിട്ടുണ്ട്. കാരണം റീപ്രൊഡ്യൂസ് ചെയ്യാത്ത ഫീമെയിൽസ് ഒരു കോളനിയിലുണ്ട്. അവർ എന്തിന് സ്വന്തം സിസ്റ്ററെ ഹെൽപ്പ് ചെയ്യണം? അതായത് ക്വീനെ ഹെൽപ്പ് ചെയ്യണം കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്.
1960 വില്യം ഹാമിൽട്ടൺ എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ഒരു റെവല്യൂഷണറി ഐഡിയ കൊണ്ടുവന്നു. അതിന്റെ പേരാണ് കിൻ സെലക്ഷൻ. കിൻ സെലക്ഷൻ ഈസ് ആൻ എവല്യൂഷണറി സ്ട്രാറ്റജി where an organism favor the reproductive success of its relatives, sometimes at a cost of its own survival and reproduction. എവല്യൂഷൻ എപ്പോഴും ഇൻഡിവിജ്വൽസിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ളതല്ല, അത് ജീൻസിനെയാണ് നോക്കുന്നത്. അതായത് ഒരു ജനിതക ഘടനയാണ് നോക്കുന്നത്. നിങ്ങളുടെ സഹോദരന്മാരായിട്ട് ഈ ജനറ്റിക് റിലേറ്റഡ്നെസ് എന്ന് പറയുന്ന കാര്യം, ജനിതക ബന്ധം എന്ന് പറയുന്ന കാര്യം വളരെയധികം കൂടുതലാണ്. അപ്പോൾ ചില സമയങ്ങളിൽ നിങ്ങളുടെ സഹോദരനെയോ സഹോദരിയോ സഹായിക്കുന്നതാണ് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് എന്നുള്ളതാണ് ഒരു ഐഡിയ. അത് അനിമൽസിന്റെ കേസിലാണെങ്കിൽ കുറച്ചുകൂടി മനസ്സിലാവും. ഒരു ഹാപ്ലോയിഡ് ഓർഗാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ ഒരു സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോംസ് ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. അതായത് ഒരു സെല്ലിനകത്ത് ഒരു സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോം ആയിരിക്കും ഹാപ്ലോയിഡ് ഓർഗാനിസത്തിൽ ഉണ്ടാവുക. ഡിപ്ലോയിഡ് ഓർഗാനിസത്തിലാണെങ്കിൽ 2 സെറ്റ്സ് ഓഫ് ക്രോമസോംസ് ഉണ്ടാവും. അതിൽ ഒരെണ്ണം അച്ഛനിൽ നിന്നും ഒരെണ്ണം അമ്മയിൽ നിന്നും വരുന്നതായിരിക്കും ക്യാരക്ടേഴ്സ്. നമ്മളൊരു ഡിപ്ലോയിഡ് ഓർഗാനിസം ആണ്. പക്ഷെ അനിമൽസിന്റെ കേസിൽ ചിലരൊക്കെ ഹാപ്ലോ ഡിപ്ലോയിഡ് കാണിക്കുന്ന ഓർഗാനിസംസ് ആണ്. അതേപോലെ നമ്മുടെ തേനീച്ച, വാസ്പ്, ആൻസ് അങ്ങനെയൊക്കെ. അവരിൽ ഹാപ്ലോയിഡ് ഇൻഡിവിജ്വൽസും ഡിപ്ലോയിഡ് ഇൻഡിവിജ്വൽസും ഉണ്ട്. ഒരു ക്വീൻ ഉണ്ടാവും, കുറച്ച് മെയിൽസ് ഉണ്ടാവും, അതേപോലെ ബാക്കിയുള്ളവരെല്ലാവരും വർക്കർ ബീസ് ആയിരിക്കും. ഇതിലെ വർക്കർ ബീസും ക്വീനും ഫീമെയിൽസ് ആണെന്ന് നമുക്കറിയാം. ഈ കോളനിയിലെ മെയിൽസ് ഉണ്ടാകുന്നത് പാർത്തനോജെനിസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ കൂടെയാണ്. അതായത് അവിടെ മെയിൽസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഫെർട്ടിലൈസേഷന്റെ ആവശ്യമില്ല, എഗ്ഗും സ്പേമും ഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എഗ്ഗിൽ നിന്നും ഡയറക്ട്ലി മെയിലിനെ ഉണ്ടാക്കാനുള്ള കഴിവ് നമ്മളുടെ ക്വീനിനുണ്ട്. പക്ഷെ ഫീമെയിൽസിനെ ഉണ്ടാക്കണമെങ്കിൽ, അതായത് ക്വീനിനെ ഉണ്ടാക്കണമെങ്കിലും വർക്കർ ബീസിനെ ഉണ്ടാക്കണമെങ്കിലും ഫെർട്ടിലൈസേഷൻ ആവശ്യമാണ്. മെയിലിൽ നിന്നും സ്പേമും ഫീമെയിലിൽ നിന്നും എഗ്ഗും കൂടിയും ഫ്യൂസ് ചെയ്തതിനു ശേഷം അതിന് ഫെർട്ടിലൈസേഷൻ നടത്തി ഫീമെയിൽസ് ഉണ്ടാകുന്നു. ഇവിടുത്തെ മെയിൽസ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ഓർഗാനിസംസ് ആണ്, ഫീമെയിൽസ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ഓർഗാനിസംസ് ആണ്. അപ്പൊ അതിന്റെ റിസൾട്ട് എന്ന് വെച്ചാൽ എന്താ? അതായത് ഫീമെയിൽസ് തമ്മിൽ കൂടുതൽ ബന്ധം ഉണ്ടാകും. സംഭവം ഇത്രയേ ഉള്ളൂ, വർക്കർ ബീസും ക്വീനും തമ്മിൽ വളരെയധികം ജനറ്റിക് റിലേറ്റഡ്നെസ് കൂടുതലാണ്. സ്വയമേ കുട്ടി ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് സ്വന്തം സിസ്റ്റർ ആയിട്ടുള്ള ക്വീനിനെ ഹെൽപ്പ് ചെയ്തിട്ട് ഒരു കുട്ടി ഉണ്ടാകാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കിൻ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷേ അൺറിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെയും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സിസ്റ്റം അനിമൽ കിങ്ഡത്തിലുണ്ട്. അവിടെ ജനറ്റിക് ആയിട്ടുള്ള യാതൊരുവിധ റിലേറ്റഡ്നെസ്സും ഇല്ല, പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്? ഇത് സംഭവം ഇത്രയേ ഉള്ളൂ, നിന്നെ ഞാൻ ഇന്ന് ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ നാളെ നീ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു സംഭവം. അതാണ് റെസിപ്രോക്കൽ ആൾട്രൂയിസം. ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാമ്പയർ ബാറ്റ്സ് ആണ്. വാമ്പയർ ബാറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേര് പോലെ തന്നെ വാമ്പയേഴ്സ് ആണ് ഇവർ, അതായത് ബ്ലഡ് കുടിക്കുന്ന ആളുകളാണ്. രാത്രി ആകുമ്പോൾ ഇവർ പതിയെ ഇറങ്ങിയിട്ട് മറ്റുള്ള അനിമൽസിന്റെ എല്ലാം ബ്ലഡ് കുടിക്കും. ഈ ബ്ലഡ് ഇല്ലെങ്കിൽ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തേയില്ല, അവർ ചത്തുപോകും. അപ്പൊ ഇൻ കേസ് ഒരാൾക്ക് ബ്ലഡ് കിട്ടിയില്ലെങ്കിൽ ഈ രക്തം കുടിച്ച വാമ്പയർ ബാറ്റ് ഉണ്ടല്ലോ, അവര് റീഅജിറ്റേറ്റ് ചെയ്തിട്ട് ഈ ബ്ലഡിനെ എടുത്ത് മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കും, കിട്ടാത്ത ആൾക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് ഒരു തിയറി വർക്ക് ചെയ്യുന്നുള്ളൂ. ഇന്ന് ഞാൻ നിനക്ക് തന്നു, പക്ഷെ നാളെ എനിക്കിത് കിട്ടാതിരിക്കുന്ന സമയത്ത് നീ എനിക്ക് തരണം എന്നുള്ള ഒരു ഐഡിയ. ഡെഫിനറ്റ്ലി ഇതൊരു ചാരിറ്റി അല്ല, ഒരു ലോങ് ടൈം കോപ്പറേഷൻ ആണ്. ചില അനിമൽസ് ഒറ്റയ്ക്ക് താമസിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്, പക്ഷെ കുറെ ആളുകൾ ഗ്രൂപ്പായിട്ട് ജീവിക്കുന്നവരും ഉണ്ട്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പായിട്ട് ജീവിക്കുന്നത്? അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒരു സീബ്ര കൂട്ടമായിട്ട് നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫിഷ് സിങ്ക്രണൈസ്ഡ് ആയിട്ട് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതുപോലെ ആകാശത്ത് ഇങ്ങനെ ക്ലൗഡ്സ് പോലെ മൂവ് ചെയ്യുന്ന ബേർഡ്സിനെ കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഒരു ആഫ്രിക്കൻ സവാന, അവിടെ കുറെ സീബ്ര ഒരുമിച്ച് നിൽക്കുകയാണ്. അവർ ഫുഡ് കഴിക്കുന്നു, ചിലർ റെസ്റ്റ് എടുക്കുന്നു, അങ്ങനെ. അപ്പോഴാണ് ഒരു സിംഹത്തിന്റെ വരവ്. സിംഹം ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് ഈ സീബ്രകളെ ഒരുമിച്ചാണ് കാണുന്നത്. അതായത് ഒറ്റയ്ക്കുള്ള ഒരു സീബ്രനെ മാത്രമായിട്ട് കാണുന്നില്ല, അതൊരു കൂട്ടമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ചില ജീവികൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റിയിട്ടും എന്തുകൊണ്ട് അവർ ഗ്രൂപ്പായിട്ട് ജീവിക്കുന്നു? ഈ ഗ്രൂപ്പായിട്ട് ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് കോമ്പറ്റീഷൻ വരില്ലേ? ഡിസീസ് സ്പ്രെഡ് ആവില്ലേ? അതുപോലെ ഫുഡ് ഷെയർ ചെയ്യണ്ടേ? അല്ലെങ്കിൽ മേറ്റിംഗ് സമയത്ത് അടി വരില്ലേ? പക്ഷെ എന്നിട്ടും എന്തിനാണ് ഇവർ ഗ്രൂപ്പായിട്ട് താമസിക്കുന്നത്? അനിമൽ കിങ്ഡത്തിലെ വൺ ഓഫ് ദ സ്ട്രാറ്റജിയാണ് സേഫ്റ്റി ഇൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഗ്രൂപ്പായിട്ട് താമസിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി സേഫ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഈ പറഞ്ഞ സീബ്രാസ് ഒറ്റയ്ക്കാണ് നിന്നതെങ്കിൽ സിംഹം വരുന്ന സമയത്ത് ആ ഒറ്റയ്ക്ക് നിൽക്കുന്ന സീബ്രയെ പിടിക്കാനായിട്ടുള്ള ചാൻസ് 100% ആണ്. 10 പേരാണ് നിന്നിരുന്നെങ്കിൽ അതിൽ ഒരാളെ പിടിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 1/10 ആണ്. 100 പേരാണെങ്കിലോ 1/100 ആയിട്ട് അത് ചാൻസ് കുറയുന്നു. അപ്പോൾ ഗ്രൂപ്പ് വലുതാകുന്ന സമയത്ത് സേഫ്റ്റിയും വലുതാകുന്നു. ഒരു പ്രിഡേറ്റർ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് റിസ്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതിനെയാണ് ഡൈല്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പ് വലുതാവുകയാണെങ്കിൽ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്, ഇൻഡിവിജ്വൽ റിസ്ക് കുറവുമാണ്.
പക്ഷേ ഡൈല്യൂഷൻ എഫക്റ്റ് മാത്രമല്ല, മെനി ഐസ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഒരു പ്രാവ് ഒറ്റയ്ക്ക് നിന്നാണ് ഫുഡ് കഴിക്കുന്നതെങ്കിൽ അവർക്ക് പ്രിഡേറ്റേഴ്സ് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് തലപൊക്കി നോക്കുകയും വേണം, ഫുഡ് കഴിക്കുകയും വേണം. ദാറ്റ് മീൻസ് 2 ജോബും അറ്റ് ദ സെയിം ടൈം ചെയ്യേണ്ടതായിട്ട് വരും. ഇവരൊരു വലിയ ഗ്രൂപ്പിലാണ് നിൽക്കുന്നതെങ്കിൽ, ഒരു 100 പ്രാവുകൾ ഉള്ളതിലാണെങ്കിൽ അതിലുള്ള ഏതെങ്കിലും പ്രാവൊക്കെ എപ്പോഴെങ്കിലൊക്കെ തലപൊക്കി നോക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ഇവർക്ക് കൂടുതൽ സമയം ഫുഡ് കഴിക്കുന്നതിൽ ഫോക്കസ് ചെയ്യാം, ആൻഡ് പ്രിഡേറ്റേഴ്സ് വരുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ബെറ്റർ സർവൈവൽ ഉണ്ട്, ഏർലിയർ പ്രിഡേഷൻ ഡിറ്റക്ഷൻ ഉണ്ട്, അതുപോലെ കൂടുതൽ ഫുഡ് കിട്ടുകയും ചെയ്യും. പക്ഷെ ഗ്രൂപ്പായിട്ട് താമസിക്കുന്നതുകൊണ്ട് അതൊരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവിൽ കാണേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ കടലിനടിയിലേക്ക് പോവാണ്. അവിടെയാണെങ്കിൽ കുറേ ഗ്രൂപ്പ് ഓഫ് ഫിഷ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രിഡേറ്റർ വന്നു. അപ്പോൾ ആ സമയത്ത് ഓരോ ഫിഷും ചിന്തിക്കുന്നത് എന്താണ്, ഈ മൊത്തം ഗ്രൂപ്പ് മൊത്തത്തിൽ സർവൈവ് ആകണം എന്നാണോ? അല്ല, ആക്ച്വലി ഞാൻ സർവൈവ് ആകണം എന്നുള്ള ഐഡിയ മാത്രമാണ് അവർക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ ഫിഷും ആ സ്കൂളിൻ്റെ, ആ ഗ്രൂപ്പിൻ്റെ ഉള്ളിലേക്ക് നീങ്ങാനായിട്ട് തുടങ്ങും. അതായത് ഔട്ടർ ആയിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ റിസ്ക് ആണ് ക്യാപ്ചർ ചെയ്യപ്പെടാൻ. പക്ഷെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ക്യാപ്ചർ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്, ആ ഗ്രൂപ്പിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ. ഇതിനെ സെൽഫിഷ് ഹേർഡ് തിയറി എന്നാണ് പറയുന്നത്. ഈ സ്റ്റാർലിങ്സിന്റെ വീഡിയോസ് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവർ ഗ്രൂപ്പായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മൂവ് ചെയ്യുന്നത് അല്ലേ. ഇവർ ഗ്രൂപ്പായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ആർക്കെങ്കിലും ഒരു ലീഡർ ഉണ്ടോ? എങ്ങനെയാണ് ബ്യൂട്ടിഫുൾ പാറ്റേൺസ് ഇങ്ങനെ ഉണ്ടായി വരുന്നത്? ഒരു ലീഡറിന്റെ പെർസ്പെക്റ്റീവിലല്ല ഇവർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ കമാൻഡ് ചെയ്യുന്നത് ആരാണ്? ആരുമില്ല. ഇവരുടെ സ്വന്തം മൂവ്മെന്റും തൊട്ടടുത്തുള്ള ആളുടെ മൂവ്മെന്റും മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ഇതിന്റെ റിസൾട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺസ്. ഒരു ഉറുമ്പിന്റെ കോളനിയും ഗ്രൂപ്പായിട്ട് ജീവിക്കുന്നതിന്റെ ഒരു വളരെ ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ ആണ്. കാരണം അവിടെ കമാൻഡ് ചെയ്യപ്പെടാനായിട്ട് ആരുമില്ല. പക്ഷെ ഇവർ അടിപൊളിയായിട്ട് കോളനി ഉണ്ടാക്കുന്നു, ഇവർ അടിപൊളിയായിട്ട് ഫുഡ് ഗ്യാദർ ചെയ്യുന്നു, അവർ റോഡ്സ് ഉണ്ടാക്കുന്നു, വാർ ചെയ്യുന്നു. ഇതൊന്നും ആരുടെ കമാൻഡ് ഇല്ലാതെ എങ്ങനെയാണ് ചെയ്യുന്നത്? അത് പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. ഫിറമോൺസിന്റെ ഒരു ഫുഡ് സോഴ്സ് തേടി പോകുന്ന സമയത്ത് ഒരു ഫിറമോണൽ ട്രാക്ക് ഉണ്ടാക്കുന്നതെന്നും ബെസ്റ്റ് ആയിട്ടുള്ള ട്രാക്സ് ബിൽഡ് ചെയ്ത് അത് സ്ട്രോങ് ആക്കുന്നതെന്നും വീക്ക് ആയിട്ടുള്ളത് ഡിസപ്പിയർ ചെയ്ത് പോകാനൊക്കെ ആയിട്ട് ഈ ഫിറമോൺസ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല എൻ്റെ ആൻഡ് കോളനിയുടെ ബിഹേവിയറിലും ഈ ഫിറമോൺസ് വളരെയധികം യൂസ്ഫുൾ ആണ്. പക്ഷെ ഗ്രൂപ്പായിട്ട് താമസിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒബ്വിയസ്ലി കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. അതായത് ഫുഡിന് വേണ്ടിയിട്ടുള്ളത്, റിസോഴ്സിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷനൊക്കെ പരസ്പരം കൂടുതലായിരിക്കും. മെയ്റ്റിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ. അതുപോലെ ഈസി ആയിട്ട് ഡിസീസ് സ്പ്രെഡ് ആവും. കോവിഡ് വന്ന പോലെ തന്നെ. ഒരു ഗ്രൂപ്പ് ആവുന്ന സമയത്ത് പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംഭവം വളരെയധികം വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അഗ്രഷൻ കൂടുതലായിരിക്കും, കോൺഫ്ലിക്ട്സ് കൂടുതലായിരിക്കും. നമ്മളിവിടെ കണ്ടത് ഗ്രൂപ്പായിട്ട് ജീവിക്കുന്നതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഒക്കെയാണ്. പക്ഷേ എവല്യൂഷന്റെ ഗോൾ എന്തായിരുന്നു? അത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ജീൻസ് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? റീപ്രൊഡക്ഷൻ. നമുക്കൊരു പീകോക്കിനെ നോക്കാം. എവല്യൂഷണറി പരമായിട്ട് സർവൈവൽ മാത്രമാണ് ഒരു ലക്ഷ്യമുണ്ടായിരുന്നെങ്കിൽ ഈ പീകോക്ക് ഒരിക്കലും ഈ ലോകത്ത് ഉണ്ടാവില്ല. അവർ സർവൈവ് ചെയ്യത്ത് പോലും ഇല്ല. കാരണം പീകോക്കിന്റെ ടെയിൽ എന്ന് പറയുന്നത് വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കാശ് കൊണ്ടല്ല, അതായത് എനർജി വൈസ് എക്സ്പെൻസീവ് ആണ്. അതുപോലെ അത് വളരെയധികം ഹെവി ആണ്. അത് പ്രിഡേറ്റേഴ്സിനെ വളരെയധികം അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് പറക്കാനുള്ള എബിലിറ്റീസ് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും പീകോക്ക് എന്തുകൊണ്ട് സർവൈവ് ചെയ്യുന്നു? നാച്ചുറൽ സെലക്ഷൻ വഴി ആക്ച്വലി ഇത് എലിമിനേറ്റ് ചെയ്യേണ്ട ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. അതായത് അതിന്റെ പീകോക്കിന്റെ ഫെദേഴ്സിനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കി, കൂടുതൽ ബ്രൈറ്റ് ആക്കി, വലുതാക്കി. എന്തിന്? നാച്ചുറൽ സെലക്ഷൻ അല്ലാതെ മറ്റൊരു പോയിന്റ് ആണ് സെക്ഷൽ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് നിങ്ങൾ സർവൈവ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല നേച്ചർ ഓരോ പോയിന്റ്സ് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ജീൻസ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ആവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടെങ്കിൽ അതിനെയും സെലക്ട് ചെയ്യുന്നുണ്ട്. അതാണ് സെക്ഷൽ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എലഫന്റ് സീൽസ് വളരെയധികം സെക്ഷൽ സെലക്ഷൻ്റെ എക്സാമ്പിൾസ് ആണ്. അതായത് അവിടെ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള മെയിൽസ് ഉണ്ടാകും. അവരായിരിക്കും അവിടുത്തെയുള്ള എല്ലാ ഫീമെയിൽസിനെയും കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫീമെയിൽസിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം അവരായിട്ട് മെയ്റ്റ് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഈ ഡോമിനൻ്റ് മെയിലിന് മാത്രമാണ് ഉണ്ടാവുക. വേറൊരു മെയിലിന് മെയ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡോമിനൻ്റ് മെയിലായിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യണം. ഇവർ പരസ്പരം അടി കൂടിയിട്ട് ഇതിൽ ആരാണോ വിൻ ചെയ്യുന്നത് അവരായിരിക്കും ഫീമെയിൽസിനെ ആക്സസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ സെക്ഷൽ സെലക്ഷൻസ് നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു റിസൾട്ടാണ് അവിടുത്തെ മെയിലും അവിടുത്തെ ഫീമെയിലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് അവർ ഇവോൾവ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് പാത്ത് വേസിലായിരിക്കും. ഫോർ എക്സാമ്പിൾ അവരെ കാണാൻ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. ഈ എലഫന്റ് സീൽസിന്റെ കേസിലാണെങ്കിൽ ഈ മെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം സൈസ് കൂടിയ ആൾക്കാരായിരിക്കും. അതിന്റെ റീസൺ എന്താണ്? നമ്മൾ ജിറാഫിന്റെ നെക്കിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ എലഫന്റ് സീൽസ് പരസ്പരം ഇടി കൂടുമ്പോൾ അതിൽ ബിഗർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും മിക്കവാറും ജയിക്കുന്നുണ്ടാവുക. അപ്പം അതിന്റെ ജീൻസ് ആയിരിക്കും നെക്സ്റ്റ് ജനറേഷനിലേക്ക്
ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന കുട്ടികളിലേക്ക് ഈ ബിഗർ ആകാനുള്ള സൈസിന്റെ ജീൻസ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാകും. ആ ജനറേഷൻ ഓഫ് കുട്ടികളിൽ ആരാണോ വലുത് അവരായിരിക്കും പിന്നീട് ഭാവിയിൽ മേറ്റ് ചെയ്യുന്ന സമയത്ത് സക്സസ്ഫുൾ ആകാൻ പോകുന്നത്. അപ്പോൾ അവരുടെ ജീൻസ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ആകും. ഇങ്ങനെ സൈസിന്റെ ജീൻസ് തലമുറകളായി കൈമാറി പിന്നീട് ഉണ്ടാകുന്ന മെയിൽസ് എല്ലാം തന്നെ വളരെയധികം സൈസ് കൂടിയ ആൾക്കാരായിരിക്കും. അങ്ങനെ സെക്ഷൽ ഡൈമോർഫിസം നടന്നു. മറ്റൊരു എക്സാമ്പിൾ ആണ് ആൺ പെൺ മയിലുകളുടെ അവസ്ഥ, അതുപോലെ ആൺ സിംഹം പെൺ സിംഹത്തിന്റെ അവസ്ഥ. ഇനി നമുക്ക് കുറച്ച് മേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റി പറയാം. മേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് പല സംഭവങ്ങളും വരുന്നുണ്ട്. അതായത് മോണോഗാമി എന്ന് പറഞ്ഞാൽ അതിൽ 1 മെയിൽ 1 ഫീമെയിൽ സിസ്റ്റമാണ്. പ്രോബബ്ലി അവർ ലൈഫ് ലോങ് ചിലപ്പോൾ മോണോഗാമസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഷോർട്ട് പീരീഡിലേക്ക് മോണോഗാമസ് ആയിരിക്കാം. അതിനൊരു വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ വേഴാമ്പലിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫീമെയിൽസ് എഗ് ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മരത്തിന്റെ പൊത്തിൽ എന്തെങ്കിലും കയറിയിരുന്ന് ഫെദേഴ്സ് എല്ലാം പൊഴിച്ച് അവരുടെ എഗ് ലേ ചെയ്യുന്നു. എന്നിട്ട് ആ മരത്തിന്റെ പൊത്ത് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ മെയിൽസ് ആണെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കളക്ട് ചെയ്തിട്ട് ഇവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസ് മെയിൽ ചത്തുപോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ഫീമെയിൽസും കുട്ടികളും അതിനകത്ത് ഇരുന്ന് ചത്തുപോവാണ് ചെയ്യുന്നത്. അതായത് ലൈഫ് ലോങ് ഇവർ മോണോഗാമസ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അല്ലാത്ത കുറച്ച് എക്സാമ്പിൾസ് ആണ് സ്വാൻസ്, വൂൾഫ്, ആൽബട്രോസ്. മോണോഗാമസിന്റെ ഒരു റിസൾട്ട് ആണ് ആണും പെണ്ണും ഒരുമിച്ച് ചേർന്ന് കുട്ടികളെ നോക്കുന്ന ഒരു അവസ്ഥ. പാരന്റൽ കെയർ രണ്ടുപേരും കാണിക്കും. അടുത്തൊരു സിസ്റ്റമാണ് പോളിഗൈനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പോളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെനി ആണെന്ന് നമുക്കറിയാം. ഗൈനി എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ആണ്. അതായത് മെനി ഫീമെയിൽസ്, അതായത് 1 മെയിലും മെനി ഫീമെയിൽസും ഉള്ള സിറ്റുവേഷൻ ആണ് പോളിഗൈനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് അനിമൽ സിസ്റ്റത്തിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അതായത് ഒരു മെയില് മൾട്ടിപ്പിൾ ഫീമെയിൽസ് ആയിട്ട് മേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം. ഇതിന് എക്സാമ്പിൾസ് വന്നിട്ട് ലയൺസ്, ഗൊറില്ല, റെഡ് ഡിയേഴ്സ്, എലഫന്റ് സീൽസ്. മറ്റൊരു സിസ്റ്റമാണ് പോളി ആൻഡ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എഗൈൻ പോളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെനി, ആൻഡ്രി മീൻസ് മെയിൽ. അപ്പം മെനി മെയിൽസ് എന്നുള്ളൊരു സിസ്റ്റം. അതായത് ഒരു ഫീമെയില് മൾട്ടിപ്പിൾ മെയിൽസ് ആയിട്ട് മേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് പോളി ആൻഡ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വെറ്റ്ലാൻഡിൽ കാണുന്ന കുറച്ച് ബേർഡ്സ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മെയില് ഇൻക്യുബേറ്റ് ചെയ്യുകയും എഗ് പ്രൊട്ടക്ട് ചെയ്യുകയോ ചെയ്യും. അതായത് പാരന്റൽ കെയർ കാണിക്കും. പക്ഷെ ഫീമെയിൽ ടെറിട്ടറി ആയിരിക്കും അത് മോസ്റ്റ്ലി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. ചില ഓർഗാനിസത്തിൽ ഫീമെയിൽ എഗ് ലേ ചെയ്തിട്ട് അങ്ങ് പോവുക ചെയ്യുക, എന്നിട്ട് മെയിൽ മാത്രമായിരിക്കും നോക്കുന്നുണ്ടാവുക. അങ്ങനെയുള്ള സിറ്റുവേഷനും ഉണ്ട്. അത് ഒരു ട്രഡീഷണൽ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ റോൾസ് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രൊമിസ്ക്വിറ്റി, ഇതാണ് ഏറ്റവും ഫൺ ആയിട്ടുള്ള ഒരു മേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അത് മെയിൽ ഫീമെയിൽ അങ്ങനെ പെയറിംഗ് ഒന്നുമില്ല. മെയിൽസും ഫീമെയിൽസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മേറ്റ് ചെയ്യും. അതായത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് പ്രൊമിസ്ക്വിറ്റി എന്ന് പറയുന്നത്. ഇതിനകത്തൊരു എക്സാമ്പിൾ വന്നിട്ട് ചിമ്പാൻസി ആണ്. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റും കൂടിയുണ്ട്. അതായത് വൺസ് ഇവരെ മേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു മെയിൽ ചിമ്പാൻസിയുടെ സ്പേംസ് എല്ലാം കൂടിയും സെമൻ എല്ലാം കൂടിയും കൊയാഗുലേറ്റ് ചെയ്തിട്ട് ഒരു കോപ്പുലേറ്ററി പ്ലഗ് ഉണ്ടാവും ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്കിനകത്ത്. ഈ കോപ്പുലേറ്ററി പ്ലഗ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മറ്റുള്ള മെയിൽസിന്റെ സ്പേംസിനെ എഗ് ആയിട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യും. പിന്നെ ഒരു സംഭവമാണ് കമ്മ്യൂണൽ കോഡ്ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലെക്സ് എന്നൊക്കെ പറയും. അതായത് അവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും. അവിടെ വന്നിട്ട് മെയിൽസ് എല്ലാവരും തന്നെ അവരുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫെദേഴ്സ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ പോലെ. എന്നിട്ട് അതിനകത്തുനിന്ന് ബെസ്റ്റ് ആയിട്ടുള്ളത് ആരാണോ അതിനെ ഒരു ഫീമെയിൽ സെലക്ട് ചെയ്യുന്ന ഒരു സംഭവം. അതായത് ഒരു സ്റ്റേജിനകത്ത് വന്നിട്ട് മെയിൽസ് എല്ലാം കൂടി പെർഫോം ചെയ്യും. എന്നിട്ട് ഒരു ഫീമെയിൽ നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഏതാണോ അവരെ ചൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ റൊമാൻറ്റിക് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലും നമ്മൾക്ക് ആദ്യം ചിന്തിക്കുമായിരിക്കാം. പക്ഷേ റൊമാൻസ് ഉണ്ട്, അവിടെ കോപ്പറേഷൻ ഉണ്ട്, ലവ് ഉണ്ട്, സെക്സ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അവിടെ വയലൻസും ഉണ്ട്. അതായത് പല മെയിൽസും കുട്ടികളെ കൊല്ലുന്നതായിട്ടുള്ള ബിഹേവിയർ നമ്മൾ പല എക്സാമ്പിൾസിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? ആൻഡ് സെക്ഷൽ സെലക്ഷന്റെ ഡാർക്ക് സൈഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചില മങ്കീസിൽ ഗ്രൂപ്പ് ആയിട്ടായിരിക്കും അവർ ജീവിക്കുന്നുണ്ടാവുക. അതിൽ ഒരാൾ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു മെയിൽ ഉണ്ടാവും, ബാക്കിയുള്ള മെയിൽസിനൊന്നും മേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസേ ഇല്ല. പിന്നെ കുറെ ഫീമെയിൽസിന് ഇവർ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡോമിനന്റ് മെയിൽ ഉണ്ടല്ലോ, ആ മെയിലിനെ തോൽപ്പിക്കാനായിട്ട് വേറൊരു മെയിലിന് പറ്റുവാണെങ്കിൽ, പുതിയൊരു ഡോമിനന്റ് മെയിൽ വന്നല്ലോ, പിന്നീട് ഫീമെയിൽസിനെ ആക്സസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ആ പുതിയ ഡോമിനന്റ് മെയിൽ ആയിരിക്കും. ഇവർ വൻ അടിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഡോമിനന്റ് മെയിലിനെ തോപ്പിച്ചിട്ടായിരിക്കും ഒരു പുതിയ ഡോമിനന്റ് മെയിൽ ഉണ്ടായത്. പക്ഷേ ഹൊറർ അവിടെ കഴിയുന്നില്ല. കാരണം ഈ ഡോമിനന്റ് മെയിൽ വന്നിട്ട് ബാക്കിയുള്ള കുട്ടികളെയൊക്കെ തെരയും. അവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ തെരയും. എന്നിട്ട് അവരെ എല്ലാവരും കൊന്നൊടുക്കാൻ തുടങ്ങും. യൂഷ്വലി പ്രേയും പ്രിഡേറ്ററും തമ്മിൽ നമ്മളിങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കണ്ടിട്ടുണ്ട്. അതായത് കൊല്ലുന്ന ഒരു ബിഹേവിയർ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ കഴിക്കാൻ വേണ്ടിയിട്ടാണ്, ഫുഡ് എന്നുള്ള പെർസ്പെക്റ്റീവിലാണ്. പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല. മെയിൽ വന്നിട്ട് കുട്ടികളെല്ലാം കൊല്ലുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഫുഡ് റിലേറ്റഡേ അല്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും? അവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ ഡോമിനന്റ് മെയിലിന്റെ കുട്ടികളായിരിക്കും. അപ്പോൾ അവരെ വളർത്തുന്നത് വഴി ഈ പുതിയ മെയിലിന് വലിയ ഗുണങ്ങളൊന്നും തന്നെ ഇല്ല. കൂടാതെ ഫീമെയിൽസ് കുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മെയ്റ്റ് ചെയ്യാനുള്ള ചാൻസ് പല സിസ്റ്റത്തിലും ഇല്ല.
പല ഓർഗാനിസത്തിലും ഇല്ല. അപ്പം ആ സമയത്ത് ഫീമെയിലിനെ ആക്സസ് ചെയ്യാനായിട്ട് ഈ ഡോമിനന്റ് മെയിലിന് പറ്റത്തുമില്ല. അപ്പോഴാണ് ഈ കുട്ടികളെല്ലാം കൊന്നൊടുക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? പിന്നീട് ഫീമെയിൽസിനെ ആക്സസ് ചെയ്യാനും അവരായിട്ട് മേറ്റ് ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുകയാണ് ചെയ്യുന്നത്. അതുവഴി ഇവന്റെ പുതിയ കുട്ടികൾ ഉണ്ടാവുകയും അങ്ങനെ ഇവരുടെ ജീൻസ് മാത്രം ട്രാൻസ്ഫർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എവല്യൂഷണറി പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ സ്വന്തം ജീൻസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷെ കുറച്ച് ക്രൂവലാണ് അല്ലേ? അപ്പൊ ഇതിനെ ഇൻഫന്റിസൈഡൽ ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. കാരണം ഇൻഫന്റ്സിനെ കൊല്ലുന്ന ബിഹേവിയർ, സ്വന്തം സ്പീഷീസിൽ പെട്ട കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരു ബിഹേവിയർ ആണ് ഇൻഫന്റിസൈഡൽ ആക്ടിവിറ്റി. നമ്മൾ പല ആൾക്കാർ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നത് കണ്ടു. പക്ഷെ മോസ്റ്റ്ലി അത് വിതിൻ ദ സ്പീഷീസ്, അതായത് ഒരേ സ്പീഷീസ് ഉള്ള ആൾക്കാർ തന്നെയായിരുന്നു. പക്ഷെ മറ്റുള്ള സ്പീഷീസുകൾ തമ്മിൽ, പരസ്പരം ബന്ധമില്ലാത്ത രണ്ട് സ്പീഷീസ് തമ്മിൽ പല രീതിയിലുള്ള ഇന്ററാക്ഷൻസ് ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ഫ്ലവർ, ആ ഫ്ലവറിനാണെങ്കിൽ നടക്കാൻ പറ്റത്തില്ല, പറക്കാൻ പറ്റത്തില്ല, അവർക്ക് അവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. പക്ഷെ എങ്ങനെയാണ് അവരുടെ റീപ്രൊഡക്ഷൻ പോസിബിൾ ആവുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, അനിമൽസ് വളരെയധികം ഈ പോളിനേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം. പല രീതിയിൽ പോളിനേഷൻ നടക്കുന്നുണ്ടെങ്കിലും സ്പീഷീസ് സ്പെസിഫിക് ആയിട്ടുള്ള പോളിനേറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ അനിമൽസിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ നോക്കിയിട്ട് അവർക്ക് എന്തൊക്കെയാണോ ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് ഈ ഫ്ലവർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇതിനാണ് പോളിനേഷൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ തേനീച്ചകൾക്കാണെങ്കിൽ റെഡ് കളേഴ്സ് അധികം കാണാൻ പറ്റത്തില്ല. അവർ പോളിനേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കപ്പെടുന്ന ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് റെഡ് കളേഴ്സ് ഉണ്ടാവില്ല. അവർ കൂടുതലും ബാക്കിയുള്ള കളേഴ്സിലായിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. അതുപോലെ ബീഡ് ഒരു ക്യാരക്ടറാണ്, അവർക്ക് നല്ല രീതിയിൽ സ്മെൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഫ്ലവറിന് അതനുസരിച്ച് ഉണ്ടായ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഫ്രാഗ്രന്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. ബട്ടർഫ്ലൈസിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവർക്ക് നെക്ടർ കുടിക്കുന്ന സമയത്ത് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേസ് വേണം. അപ്പൊ ആ ലാൻഡിംഗ് പ്ലേസ് ഈ ഫ്ലവർ ഒരുക്കി കൊടുക്കുന്നു. അതുപോലെ ഇവർക്ക് ഗുഡ് സെൻസ് ഓഫ് കളേഴ്സ് ആണ്, അതായത് കളർ വിഷൻ നല്ലപോലെ ഉണ്ട്, എല്ലാ കളേഴ്സും കാണാൻ പറ്റും. അവർ പോളിനേറ്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് എല്ലാ കളറിലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും. ഇനി ബേർഡ്സിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബേർഡ്സിനാണെങ്കിൽ ഡേ ടൈമിലായിരിക്കും അവർ വരുന്നത് അല്ലേ. അപ്പോൾ ബേർഡ്സിന് പോളിനേറ്റ് ചെയ്യേണ്ട ഫ്ലവേഴ്സ് എന്തായിരിക്കും അഡാപ്റ്റ് ചെയ്യുന്നത്? അവർ ഓപ്പൺ ചെയ്യുന്നത്, ആ ഫ്ലവർ ഓപ്പൺ ചെയ്യുന്നത് ഡേ ടൈമിലായിരിക്കും. അതേസമയം ബാറ്റ്സിന്റെ കേസിലാണെങ്കിൽ വവ്വാലുകൾ രാത്രി വരുന്നതുകൊണ്ട് അവർ പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സ് ഓപ്പൺ ചെയ്യുന്നത് രാത്രി ആയിരിക്കും. ബാറ്റ്സ് ആണെങ്കിൽ മോസ്റ്റ്ലി കളർ ബ്ലൈൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെ കളർലെസ് ആയിട്ടുള്ളത്, വൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാക്കുക. അപ്പൊ എന്ത് രസമല്ലേ, ഒരാളുടെ ക്യാരക്ടർ അനുസരിച്ച് മറ്റൊരാൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ എവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനെയാണ് നമ്മൾ കോ എവല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു എക്കോളജിക്കൽ നെറ്റ്വർക്കിൽ ഏറ്റവും ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആരുടെയെന്ന് വെച്ചാൽ അത് പ്രേയും പ്രിഡേറ്ററും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഒരു സൈഡിൽ കില്ല് ചെയ്യാൻ ശ്രമിക്കുന്നു, മറ്റേ സൈഡിൽ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുക? ക്യാമോഫ്ലേജ്, മിമിക്രി, പോയിസൺ, വാർണിംഗ് കളേഴ്സ്, ഇന്റിമിഡേഷൻ ഡിസ്പ്ലേസ് എന്ന് വേണ്ട പല രീതിയിലുള്ള ബിഹേവിയേഴ്സ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. നേച്ചറിലെ ഏറ്റവും ഒരു ഗ്രേറ്റസ്റ്റ് ബാറ്റിൽ ഫീൽഡാണ് ഈ പ്രേയും പ്രിഡേറ്ററും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. നമ്മളൊരു കാട്ടിലൂടെ നടക്കുകയാണ്, അപ്പോഴാണ് ഒരു ലീഫ് കണ്ടത്. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ആ ലീഫ് അനങ്ങുന്നു. അതെന്തായിരിക്കും? അതൊരു ഇൻസെക്റ്റ് ആണ്. അതുപോലെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ബ്രാഞ്ചസിലേക്കൊക്കെ മരങ്ങളുടെ നോക്കുന്ന സമയത്ത് ഒരു ബ്രാഞ്ച് കാണുന്നു. പക്ഷെ അതും കുറച്ച് കഴിഞ്ഞപ്പോൾ അനങ്ങുന്നതായിട്ട് കാണാൻ പറ്റുന്നു. അതും ഒരു ഇൻസെക്റ്റ് ആണ്. നേച്ചറിൽ സ്ട്രെങ്ത്തും പവറും കൊണ്ട് മാത്രമല്ല കുറെ ആളുകൾ രക്ഷപ്പെടുന്നത്, അത് പ്രിഡേറ്ററിന് പ്രേനെ കാണാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇതിനെ ക്യാമോഫ്ലേജ് എന്നാണ് പറയുന്നത്. അതായത് ഡിഫറെന്റ് എക്സാമ്പിൾസ് ക്യാമോഫ്ലേജിനുണ്ട്. അവരുടെ എൻവയൺമെന്റ് ആയിട്ട് ബ്ലെൻഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ പ്രിഡേറ്റേഴ്സിനോ അല്ല മറ്റുള്ളവർക്കോ ഇവരെ ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. പക്ഷെ എല്ലാ സ്പീഷീസ് ഇതുപോലെ മറിഞ്ഞിരിക്കുമല്ല. ചിലർ പറയും എന്നെ കണ്ടോ, എന്നെ കാണുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, പക്ഷെ എന്നെ കഴിക്കാൻ പാടില്ല, ബിക്കോസ് എന്നിൽ വിഷമുണ്ട്. അവർ വായ് കൊണ്ടല്ല അങ്ങനെ പറയുന്നത്, അവരുടെ ശരീരത്തിന് ബ്രൈറ്റ് കളേഴ്സ് കൊടുത്തിട്ട്, വാർണിംഗ് കളേഴ്സ് കൊടുത്തിട്ടാണ് അവരങ്ങനെ പറയുന്നത്. അതിനെ നമ്മൾ അപ്പോസമാറ്റിക് കളറേഷൻ എന്നാണ് പറയുന്നത്. പോയിസൺ ഡാർട്ട് ഫ്രോഗ് ഇതുപോലെ അപ്പോസമാറ്റിക് കളറേഷൻ കാണിക്കുന്ന ഒരാളാണ്. ഇവർ ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ കളർ, ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളർ, അതുപോലെ ബ്രൈറ്റ് ബ്ലൂ കളേഴ്സിലെല്ലാം ഇവരെ കാണാൻ പറ്റാറുണ്ട്. പക്ഷെ ഇവർ ഹൈലി ടോക്സിക് ആണ്, മനുഷ്യനെ കൊല്ലാൻ വരെയും ഇവർക്ക് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. മൊണാർക്ക് ബട്ടർഫ്ലൈസും ഇതുപോലെ വാർണിംഗ് കളറേഷൻ ഉള്ള ആൾക്കാരാണ്. ഒരു പ്രിഡേറ്റർ വന്ന് ഇവരെ കഴിക്കുവാണെങ്കിൽ ഇവർ അൺപാലറ്റബിൾ ആയിരിക്കും. കാരണം ഇവര് കാറ്റർപില്ലർ ആയിരിക്കുന്ന സമയത്ത് മിൽക്ക് വീടിൽ നിന്നുള്ള ടോക്സിൻസ് ഇവരുടെ ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവരെ കഴിക്കാനായിട്ട് കൊള്ളത്തില്ലായിരിക്കും. കുറച്ച് ചില ആളുകളുണ്ട്, അതായത് അവർക്ക് ടോക്സിൻസ് ഒന്നും ശരീരത്തിൽ ഉണ്ടാവില്ല, പക്ഷെ ഞാൻ ടോക്സിക് ആണ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന, അഭിനയിക്കുന്ന ആളുകൾ.
ഹോവർ ഫ്ലൈസ് അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഇതൊരു തേനീച്ചേനെ പോലെ തോന്നും, കാരണം ഇവരുടെ ശരീരത്തിനകത്തുള്ള പാറ്റേൺസും കളേഴ്സും കൊണ്ട്. അപ്പോൾ ഒരു പ്രിഡേറ്ററോ അല്ലെങ്കിൽ മറ്റൊരാളെ നോക്കുന്ന സമയത്ത് ഇത് സ്റ്റിങ് ചെയ്യുന്ന ഒരു ബീ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. പക്ഷെ ആക്ച്വലി ഇവർക്ക് സ്റ്റിങ് ചെയ്യാനൊന്നും അറിയത്തില്ല, ഇവർ ജസ്റ്റ് ഒരു ഫ്ലൈസ് മാത്രമാണ്. അപ്പോൾ പോയിസണസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വെനമസ് ആയിട്ടുള്ള മറ്റുള്ള ആളുകളെ മിമിക് ചെയ്തിട്ട് സ്വയമേ രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇവരുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ബറ്റീസിയൻ മിമിക്രി എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു എക്സാമ്പിൾ ആണ് കിങ് സ്നേക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇവരെ കാണുമ്പോൾ പെട്ടെന്ന് ഒരു കോറൽ സ്നേക്കിനെ പോലെ ആയിരിക്കും തോന്നുക. ആക്ച്വലി കോറൽ സ്നേക്ക് വെനമസ് ആണ്, പക്ഷെ കിങ് സ്നേക്ക് വെനമസ് അല്ല. ഇനി മറ്റൊരു ടൈപ്പ് മിമിക്രി ഉണ്ട്, അതിന്റെ പേര് മുള്ളേറിയൻ മിമിക്രി എന്നാണ്. അതായത് ചില ആളുകൾ കാണാൻ ഒരുപോലെ ഇരിക്കും. ഫോർ എക്സാമ്പിൾ കടന്നല്, ബീസ്, അങ്ങനെ ആ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളില്ലേ, ഇവരുടെയൊക്കെ കളർ പാറ്റേൺസ് ഏകദേശം ഒരുപോലെയാണ്, ബോഡി ഷേപ്പ് ഒരുപോലെയാണ്. അപ്പോൾ ഇതെന്താണ് സംഭവം, എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഒരുപോലെ മിമിക് ചെയ്യുന്നത്? ബിക്കോസ് ഇതിൽ ആരെങ്കിലും ഒരാളെ പ്രിഡേറ്റർ കഴിക്കുവാണെങ്കിൽ പിന്നീട് മറ്റൊരാളെ കാണുമ്പോഴും വിചാരിക്കും, ഓക്കെ ഞാൻ നേരത്തെ കഴിച്ച ആളാണ്, അതുകൊണ്ട് ഇവനെ കഴിക്കാൻ കൊള്ളത്തില്ല, ബിക്കോസ് ഇവർ കൊത്തുന്നു എന്നുള്ളൊരു കാര്യം അവർക്ക് നേരത്തെ മനസ്സിലാവും. അപ്പോൾ ഒരാൾ കൊണ്ട് മറ്റൊരാൾ രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. മറ്റൊരു രീതിയിൽ എങ്ങനെയാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്റിമിഡേഷൻ ഡിസ്പ്ലേസ് ആണ്. അതായത് ഒരു പാമ്പ് 10 വിടർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഡേഞ്ചർ ആണ്, എൻ്റെ അടുത്ത് വരരുതെന്നുള്ളത്. അതിനാണ് നമ്മൾ ഇന്റിമിഡേഷൻ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. പഫർ ഫിഷിനെ നമ്മൾ പിക്ക് ചെയ്യുന്ന സമയത്ത് അത് എയർ ഗൾപ്പ് ചെയ്തിട്ട് അതൊരു റൗണ്ട് ഒരു ബോൾ പോലെ ആയിട്ട് മാറുകയും ചെയ്യുന്നത്. കാണുമ്പോൾ നമുക്ക് ക്യൂട്ടായിട്ട് തോന്നുമെങ്കിലും ഒരു പ്രിഡേറ്ററെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് കാണുമ്പോൾ പേടിയാണ് ഉണ്ടാകുന്നത്. സോ ഇതും ഒരു ഇന്റിമിഡേഷൻ ഡിസ്പ്ലേക്ക് എക്സാമ്പിൾ ആണ്. ഈ വേൾഡിലുള്ള സ്ട്രേഞ്ച് ആയിട്ടുള്ള മറ്റൊരു കാര്യം പറയട്ടെ, അത് പ്രിഡേറ്റർ സീസിയേഷൻ ആണ്. അതായത് പ്രിഡേറ്ററിന് ഒരു 10 ഓർഗാനിസത്തിനെ ആയിരിക്കും 10 മെമ്പേഴ്സിനെ കഴിക്കാനുള്ള വയറായിരിക്കും ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു 10 മില്യൺ മെമ്പേഴ്സ് ആണ് ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിലോ അതിൽ 10 മാത്രമാണ് ഇവർ കഴിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ആളുകളെല്ലാം രക്ഷപ്പെടാനായിട്ട് കാരണമുണ്ടാവും. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈയലാണ്. ഈയൽ മഴ പെയ്യുന്ന സമയത്ത് പുറത്തേക്ക് വരുന്നു. ആക്ച്വലി കുറേ നമ്പറാണ് പുറത്തേക്ക് വരുന്നത് അല്ലേ, പക്ഷെ അതിൽ കുറച്ച് പേര് മാത്രമേ സർവൈവ് ചെയ്യുന്നുള്ളൂ. ഈ പുറത്ത് വരുന്ന ആളുകളെ പ്രിഡേറ്റേഴ്സ് പിടിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ലൈക്ക് പല്ലിയിൽ നിന്ന് പിടിച്ച് തിന്നുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പല്ലിക്ക് വയറ് നിറഞ്ഞോളം തിന്നാനായിട്ടുള്ള ഈയലുകൾ ആ സമയത്ത് അവിടെ അവൈലബിൾ ആണ്. എന്നെ തിന്നോളൂ, എനിക്കൊരു കുഴപ്പമില്ല, ബിക്കോസ് എൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആരെങ്കിലും രക്ഷപ്പെടും എന്നുള്ള പെർസ്പെക്റ്റീവിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രേയും പ്രിഡേറ്ററും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ഭയങ്കര സ്ട്രേഞ്ച് ആണ്. പക്ഷേ നമ്മളുടെ നേച്ചറിൽ ഈ കട്ടെടുക്കുന്ന സ്വഭാവം, അത് പാരന്റിങ്ങിന് പോലും കട്ടെടുക്കുന്ന ഒരു സ്വഭാവം കാണിക്കുന്ന ഇഷ്ടം പോലെ അനിമൽസ് ഉണ്ട്. അവരുടെ കഥ എന്ന് പറയുന്നത് ഇതിലും ബ്യൂട്ടിഫുൾ ആണ്, ഇതിലും സ്ട്രേഞ്ച് ആണ്. നിങ്ങൾ കഷ്ടപ്പെട്ട് ഒരു ഫുഡ് എവിടെന്നെങ്കിലും കണ്ടുപിടിച്ച് അത് കഴിക്കാനായിട്ടിരിക്കുമ്പോൾ വേറൊരാളും ഓടി വന്നിട്ട് അത് എടുത്തിട്ട് പോയി അവർ കഴിക്കുന്നു. അതാണ് അവരുടെ സർവൈവൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് സ്റ്റീലിംഗ്, മോഷണം. ഇത് നേച്ചറിൽ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. സയൻസിൽ റിസോഴ്സസ് മറ്റുള്ള ആളുകളിൽ നിന്ന് ക്യാപ്ചർ ചെയ്തെടുക്കുന്നതിനെ ക്ലെപ്റ്റോ പാരസൈറ്റിസം എന്നാണ് പറയുന്നത്. ക്ലെപ്റ്റോമാനിയക് എന്ന് കേട്ടിട്ടില്ല, അതുപോലെ ക്ലെപ്റ്റോ പാരസൈറ്റിസം. ഫ്രിഗേറ്റ് ബേർഡ്സ് ഒരു എക്സാമ്പിൾ ആണ്. അതായത് ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മറ്റുള്ള സീ ബേർഡ്സ് ഇല്ലേ, അവർ കളക്ട് ചെയ്ത ഫുഡ് കൊണ്ടുപോകുന്ന സമയത്ത് ഇവർ വന്നിട്ട് അറ്റാക്ക് ചെയ്യും. ഈ ഫ്രിഗേറ്റ് ബേർഡ്സ് സീ ബേർഡ്സിനെ അറ്റാക്ക് ചെയ്യും, ഹരാസ് ചെയ്യും. അങ്ങനെ ഇവർ ടോർച്ചർ ചെയ്യുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ നിന്നും ഫുഡ് താഴെ പോകാനും അത് ഈ ഫ്രിഗേറ്റ് ബേർഡ്സ് പോയിട്ട് ക്യാപ്ചർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. ഹൈനാസ് മറ്റൊരു എക്സാമ്പിൾ ആണ്. അവര് നല്ലൊരു ഹണ്ടേഴ്സ് ആണ്, പക്ഷെ സമയം കിട്ടുമ്പോഴൊക്കെ അവര് ലയൺസിന്റെ അടുത്തുനിന്ന് ഫുഡ് ക്യാപ്ചർ ചെയ്തുകൊണ്ട് ഓടി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ലയൺസിനും തക്കം കിട്ടുമ്പോഴൊക്കെ തിരിച്ചു ഇതേപോലെ മോഷ്ടിച്ചുകൊണ്ട് പോകാറുണ്ട്. പക്ഷെ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബ്രൂഡ് പാരസൈറ്റിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു എക്സാമ്പിൾ ആണ് നമ്മളുടെ കാക്കയും കുയിലും തമ്മിലുള്ള ഒരു ബന്ധം. പക്ഷേ കാക്കയുടെ കൂട്ടിൽ വന്നിട്ട് കുയിൽ മുട്ടയിടുന്നു എന്നുള്ളൊരു സംഭവം മാത്രമേ നമുക്ക് അറിയാൻ പാടുള്ളൂ. അതിന്റെ പിന്നിൽ കുറേ സംഭവങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. സോ ഇതിനെയാണ് ബ്രൂഡ് പാരസൈറ്റിസം എന്ന് പറയുന്നത്. അതായത് അടയിരിക്കാതെ ഒരു കുയിൽ വന്നിട്ട് കാക്കയുടെ കൂട്ടിൽ വന്ന് മുട്ടയിട്ടിട്ട് പോകുന്ന ഒരു അവസ്ഥ. അപ്പോൾ കാക്ക വന്ന് അടയിരിക്കുന്നു, അത് വളർന്നു വലുതാകുന്നു, കുട്ടി ഉണ്ടാകുന്നു. പക്ഷെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാക്കയുടെ മുട്ട എങ്ങനെയാണോ അതുപോലത്തെ തന്നെ മുട്ടയായിരിക്കും ഇവരും ഇവോൾവ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ആരെ കുക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതായത് ഒരു നീല കളറിലെ ഒരു പാച്ചസ് ആയിട്ടുള്ള പാറ്റേൺസ് ഉള്ള ഒരു റൗണ്ടഡ് ആയിട്ടുള്ള മുട്ടയാണെങ്കിൽ എക്സാക്ട്ലി അതുപോലത്തെ ഒരു പാറ്റേൺ തന്നെയായിരിക്കും, അതുപോലത്തെ സൈസ് ആയിരിക്കും, ഷേപ്പ് ആയിരിക്കും ഈ കുക്കു ബേർഡ്സിൻ്റെയിലും ഉണ്ടാവുക. അത് ഡിഫറെന്റ് റീജിയനിൽ, അതായത് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ വേറെ ബേർഡ്സ് ആയിരിക്കും ഇതുപോലെ ചെയ്യുന്നുണ്ടാവുക. ക്ലെപ്റ്റോ പാരസൈറ്റിസം ചെയ്യുന്നത് വേറെ ബേർഡ്സിന്റെ കൂട്ടിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇവോൾവ് ആയിട്ടുള്ള
പാരസൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. അതായത് കോ എവല്യൂഷൻ വർക്ക് ചെയ്യുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അല്ലേ. ഈ കുക്കുയുടെ ചിക്ക് ഉണ്ടല്ലോ, അതായത് കുട്ടി, അത് മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന സമയത്ത് കാക്കയുടെ മുട്ടകളൊന്നും വിരിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് ഇവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവന്റെ ശരീരം കൊണ്ട് തള്ളി പുറത്തേക്ക് ഈ കാക്കയുടെ മുട്ടകളെല്ലാം കളയുകയാണ് ചെയ്യുന്നത്. അതായത് ആ നെസ്റ്റില് ആ കുക്കു ബേർഡിന്റെ കുഞ്ഞു മാത്രമായിട്ട് മാറുന്ന രീതിയിൽ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യും. കണ്ണ് പോലും ഓപ്പൺ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ന്യൂ ബോൺ ബേബിയാണ്. അപ്പോഴാണ് ഈ ഒരു സ്ട്രേഞ്ച് പാറ്റേൺസ് കാണിക്കുന്നത്. ഇവിടെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ മാഫിയ ഹൈപ്പോത്തിസിസ് ആണ്. യെസ്, മാഫിയ. അതായത് ഈ ഹോസ്റ്റ് എന്ന് പറയുന്നത്, കാക്ക എന്ന് പറയുന്നത് അത്ര ബുദ്ധി കുറഞ്ഞ ആൾക്കാരൊന്നുമല്ല. ചില സമയത്ത് സ്വന്തം മുട്ടയല്ല എൻ്റെ കൂട്ടിൽ ഇരിക്കുന്നതെന്നുള്ളത് ഇവർക്ക് മനസ്സിലാവും. അപ്പോൾ ആ എഗ്ഗിനെ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ തള്ളി കളയാനോ ആയിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അവിടെയാണ് നമ്മളുടെ ഈ കുക്കു ബേർഡിന്റെ എൻട്രി. അതായത് ചില ഗുണ്ടകളൊക്കെ നടക്കുന്ന പോലെ മുട്ട ഇട്ടതിന് ശേഷം ആ വഴിക്ക് പോവുകയല്ല നമ്മളുടെ ബേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുക്കു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് എൻ്റെ മുട്ട ഇവിടെ തന്നെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഇൻ കേസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കുയില് കാക്കയുടെ കൂട് തകർക്കും, അല്ലെങ്കിൽ മുട്ടയുണ്ടെങ്കിൽ മുട്ട നശിപ്പിക്കും, അല്ലെങ്കിൽ കുഞ്ഞു വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കൊല്ലും. റിയൽ ലൈഫിൽ ഒരു ഗുണ്ട വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പൊ കാക്ക എന്ത് ചെയ്യും, ഇനിയും നെസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് ആ കുയിലിന്റെ മുട്ട അവിടെ നിന്ന് കളയാതിരിക്കാൻ ശ്രമിക്കും. ഈ ഒരു സംഭവത്തിനാണ് നമ്മൾ മാഫിയ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇതൊന്നും അല്ലാതെ യൂഷ്വൽ ഒരു ക്ലാസിക്കൽ ആയിട്ടുള്ള പാരസൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഇപ്പൊ ടേപ്പ് വോം, ഫ്ലൂക്ക്, അതുപോലെ നിമറ്റോഡ്സ്, ടിക്സ്, ലൈസ്, ഇവരെല്ലാം പാരസൈറ്റ്സ് ആണ്. പക്ഷെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്ന കുറച്ച് പാരസൈറ്റ്സിനെ പറ്റി പറയട്ടെ. ഒരു ഉറുമ്പിന്റെ തലയിൽ ഒരു സ്പോർ വന്ന് വീഴുന്നു, ഒരു ഫംഗസിന്റെ സ്പോർ വന്ന് വീഴുന്നു. അത് അവരുടെ ശരീരത്തിനകത്തൊക്കെ സ്പ്രെഡ് ആയിട്ട് അവരുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് യൂഷ്വലി ഉറുമ്പിന് പോകണ്ടാത്ത സ്ഥലങ്ങളിൽ ഈ ഉറുമ്പ് കടന്നു ചെല്ലും. കാരണം അവിടെ ഈ ഫംഗസിന്റെ സ്പോറിന് സ്പ്രെഡ് ആവാൻ പറ്റിയ, ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റിയ ഒരു എൻവയോൺമെന്റ് ആയിരിക്കും ഒന്നും ഉണ്ടാവുക. യൂഷ്വലി അത്ര ഹൈറ്റിലേക്ക് പോകാത്ത ഉറുമ്പ് വളരെയധികം ഹൈറ്റിലേക്ക് പോയിട്ട് മോയിസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ട് അവിടെ കടിച്ചു പിടിച്ചിരുന്ന് ഇവർ ചത്തുപോകും. ഇനിയാണ് ഹൊറർ ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുന്നത്. ഈ ഉറുമ്പിന്റെ തല പെനട്രേറ്റ് ചെയ്തിട്ട് ഇവരുടെ ഫ്രൂട്ടിംഗ് ബോഡി, ഫംഗസിന്റെ ഫ്രൂട്ടിംഗ് ബോഡി പുറത്തേക്ക് വരും. എന്നിട്ട് അതിൽ നിന്ന് സ്പ്രോസ് സ്പ്രെഡ് ചെയ്തിട്ട് മറ്റുള്ള ആൻസിനെയും കൂടി അത് അഫക്റ്റ് ചെയ്യും. ഇതുപോലെ മൈൻഡ് കൺട്രോൾ ആണ് ഹെയർ വോമും ചെയ്യുന്നത്. അതായത് ഇവരെ അഫക്റ്റ് ചെയ്യുന്നത് ഗ്രാസ് ഹോപ്പേഴ്സിനാണ്. ഗ്രാസ് ഹോപ്പേഴ്സിന്റെ വയറ്റിനകത്ത് ഇത് ചുരുണ്ടുകൂടി ഇങ്ങനെ കിടക്കും. വളരെ നീട്ടത്തിലുള്ളതാണ് ഈ ഹെയർ വോംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹെയർ വോമിനെ റീപ്രൊഡ്യൂസ് ചെയ്യേണ്ട സമയം ആകുമ്പോഴത്തേക്കും ഇവർക്ക് വെള്ളം ആവശ്യമാണ്. പക്ഷെ നമുക്കറിയാം ഗ്രാസ് ഹോപ്പർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ പോകുന്ന ആളുകളല്ല. പക്ഷെ ഇവരുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്തിട്ട് ഈ ഗ്രാസ് ഹോപ്പർ വെള്ളത്തിലേക്ക് ചാടി ഒരു സൂയിസൈഡ് ചെയ്യുന്ന പോലെ ഒരു ആക്ട് കാണിക്കും. അപ്പൊ വൺസ് വെള്ളത്തിൽ റീച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഹെയർ വോം അവരുടെ ശരീരത്തിനകത്ത് നിന്ന് പുറത്തേക്ക് വന്നിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യും. മറ്റൊരു ഫേമസ് എക്സാമ്പിൾ ആണ് ടോക്സോപ്ലാസ്മ. ഇത് അഫക്റ്റ് ചെയ്യുന്നത് എലികളെയോ, അതായത് റൊഡൻസിനെയാണ് മെയിൻ ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം എലികൾ എന്ന് പറഞ്ഞ ഒരു പൂച്ചയെ പേടിക്കുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. പക്ഷേ ഈ ടോക്സോപ്ലാസ്മ വൺസ് ഇൻഫെക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എലികളുടെ പേടി എന്നുള്ളൊരു സംഭവം ഇല്ലാണ്ടാവും. അവരുടെ ബ്രെയിനിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇവർക്ക് പേടി എന്നുള്ളൊരു സംഭവം ഇല്ലാതെയായിട്ട് ക്യാറ്റ്സിന്റെ മുമ്പിൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നെന്ന് സംഭവിക്കും, ക്യാറ്റ്സ് പിടിക്കും, കഴിക്കും, അല്ലെങ്കിൽ ഈ ടോക്സോപ്ലാസ്മ ക്യാറ്റിനകത്തേക്ക് കടക്കാനായിട്ട് കാരണമാകും. ബിക്കോസ് ക്യാറ്റ്സ് ആണ് ഇവരുടെ ഫൈനൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ക്യാറ്റ്സ് വഴി ഇവരുടെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നത് അല്ലേ? നമ്മളിപ്പോൾ കുറെ അനിമൽസിനെ പറ്റി പറഞ്ഞു, പക്ഷെ പ്ലാന്റ്സും ഈ കാര്യങ്ങളിലൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. പ്ലാന്റ്സ് ഇത്തരം കാര്യങ്ങളിൽ നിസാരക്കാരനാണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ അല്ല. ഓക്കെ, ഈ ലോകത്ത് കുറെ പ്ലാന്റ്സ് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പ്ലാന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിഫെൻസ്ലെസ് ആണെങ്കിൽ, അതായത് അവർക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അവർ അടി കൂടുന്നു, ഓടിപ്പോകുന്നു, തിരിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ഈ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പോലെ. അങ്ങനെയാണെങ്കിൽ ഈ പ്ലാന്റ്സ് ഒന്നും ഈ ലോകത്തേ ഉണ്ടാവേണ്ടതല്ല. ബിക്കോസ് അവരെല്ലാവരും ഈ ഹെർബിവോഴ്സ്, സസ്യബുക്കുകൾ ഒന്ന് കഴിച്ചിട്ട് ഇവർ എക്സ്റ്റെൻഡ് ആയി പോകേണ്ട ആൾക്കാരാണ്. പക്ഷെ എന്തുകൊണ്ട് അവർ സർവൈവ് ചെയ്യുന്നു? ഇവർ നിസാരക്കാരല്ല. ഇവരുടെ ഉള്ളിലും പല രീതിയിലുള്ള ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്, പല രീതിയിലുള്ള ടോക്സിൻസ് ഉണ്ട്, പല രീതിയിലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇവർ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹെർബിവോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിമൽസ് പ്ലാന്റ്സിനെ ഫുഡായിട്ട് കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹെർബിവോറി. പ്ലാന്റ്സിന്റെ ലീഫ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. അപ്പൊ അതുകൊണ്ട് അനിമൽസിനും അതിനനുസരിച്ചുള്ള അഡാപ്റ്റേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കൗ ആണെങ്കിൽ പശുവിന്റെ വയറ്റിനകത്ത് മൾട്ടിപ്പിൾ ചേംബേഴ്സ് ഉണ്ട്, മൈക്രോബിയൽ ഇന്ററാക്ഷൻസ് ഉണ്ട് ഈ സെല്ലുലോസിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതില്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവർക്ക് ഈ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അതുപോലെ ടെർമൈറ്റ്സിന്റെ കേസ് അവർ വുഡാണ് കഴിക്കുന്നത്. ആ ചെറിയ ഓർഗാനിസത്തിനകത്തും മൈക്രോബിയൽ ഇന്ററാക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ വുഡിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്.
അപ്പോൾ അറ്റാക്ക് ചെയ്യപ്പെടുമ്പോൾ പ്ലാന്റ്സ് ചുമ്മാ ഇരിക്കുമോ? ഇല്ല, അവർക്ക് ഫിസിക്കൽ ഡിഫൻസസ് ഉണ്ട്. അതായത് മുള്ളുകളുള്ള പ്ലാന്റ്സ് കുറേ ഉണ്ട്, ലൈക്ക് റോസ്. അപ്പോൾ അവർ വന്നിട്ട് കഴിക്കുന്ന സമയത്ത് പറയും, എന്നെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി വേദന എടുക്കും, അതുകൊണ്ട് കഴിക്കരുത്, കഴിക്കാൻ നിൽക്കണ്ട എന്നുള്ളൊരു സംഭവമാണ് ഈ മുള്ളുകൾ കൺവേ ചെയ്യുന്നത്. ഇപ്പം കാക്ടസിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ചില പ്ലാന്റ്സിന്റെ ലീവ്സ് ആണെങ്കിൽ എക്സ്ട്രാ തിക്കാണ്. നമുക്കറിയാം ചിലവർ കട്ടിയായിട്ടുള്ള പ്ലാന്റ്സിന്റെ ലീഫ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത് കഴിക്കുന്ന സമയത്തും പാലറ്റബിൾ ആയിരിക്കില്ല ഹെർബിവോഴ്സിന്. അപ്പോൾ ടഫ് ആയിട്ടുള്ള ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴിയും അവരുടെ ഹെർബിവോറി പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഒരു ഡിഫൻസ് മെക്കാനിസം ആണത്. അതുപോലെ കുറെ കെമിക്കൽസ് ഈ പ്ലാന്റ്സിനകത്ത് സ്റ്റോർ ചെയ്യുന്നത് വഴിയും ഹെർബിവോറി പ്രിവെന്റ് ചെയ്യാൻ പറ്റാറുണ്ട്. ഫോർ എക്സാമ്പിൾ സയനൈഡ്. കപ്പയുടെ ലീഫ് കഴിച്ചിട്ട് ആട് ചത്തുപോയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്കറിയാലോ, ലൈക്ക് ടപ്പിയോക്ക. പിന്നെ കഫീൻ കണ്ടന്റ് ഉള്ള പ്ലാന്റ്സ്, അതായത് കോഫി പ്ലാന്റ്, ടീ പ്ലാന്റ്, ഇതിനകത്തൊക്കെ കഫീൻ ഉണ്ട്. പിന്നെ ടാനിൻസ്, ആൽക്കലോയിഡ്സ്, അങ്ങനെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കെമിക്കൽസ് ഉള്ള പ്ലാന്റ്സ് ഉണ്ട്. ഇവിടെ മിൽക്ക് വീഡും മൊണാർക്ക് ബട്ടർഫ്ലൈയും തമ്മിലുള്ള ഒരു അടിപൊളി ബന്ധം പറയട്ടെ. അതായത് മിൽക്ക് വീഡ് എന്ന് പറഞ്ഞ പ്ലാന്റ്സിന്റെ ലീവ്സ് അങ്ങനെ അധികം ആരും കഴിക്കാറില്ല, ബിക്കോസ് അതിനകത്ത് ടോക്സിൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് എഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മൊണാർക്ക് ബട്ടർഫ്ലൈയുടെ കാറ്റർപില്ലർ വരുന്നത്. അപ്പോൾ ആ പുഴു എന്താ ചെയ്യുന്നതെന്ന് വെച്ചാണെങ്കിൽ ഇവര് ഈ മിൽക്ക് വീഡിന്റെ ലീഫ് കഴിക്കുകയും ചെയ്യും, അതിനകത്തുള്ള കെമിക്കൽസ്, ടോക്സിൻസ് ശരീരത്തിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ ബട്ടർഫ്ലൈ അല്ലേ, അപ്പോൾ ഇവരെന്ത് ചെയ്യും, പ്യൂപ്പേറ്റ് ചെയ്യും, എന്നിട്ട് അത് അഡൾട്ട് ആയിട്ട് മാറും, ഒരു ബട്ടർഫ്ലൈ ആയി മാറും. അപ്പം അഡൾട്ട് ബട്ടർഫ്ലൈ ആയി മാറുന്ന സമയത്ത് ഈ കെമിക്കൽസ് ഇവരുടെ ശരീരത്തിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള ആളുകൾക്ക് അൺപാലറ്റബിൾ ആയിരിക്കും ഈ ബട്ടർഫ്ലൈ. അതായത് വേറെ ആർക്കും വന്നിട്ട് ഇവരെ കഴിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് അതിന്റെ തന്നെ ശരീരത്തിൽ മിൽക്ക് വീഡിന്റെ ടോക്സിൻസ് ഉള്ളതുകൊണ്ട്. ഒരു സ്ട്രേഞ്ച് അഡാപ്റ്റേഷൻ ആണ് അല്ലേ. പിന്നെ ബോഡി ഗാർഡ്സിനെ ഹയർ ചെയ്യുന്ന പ്ലാന്റ്സിനെ പറ്റി കേട്ടിട്ടുണ്ടോ? സിമ്പിൾ ആണ്, വേറെ ഒന്നുമില്ല. നമ്മളുടെ ആൻസ് ഉണ്ടല്ലോ, ഉറുമ്പുകൾ പല മരത്തിലും ഇങ്ങനെ താമസിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അക്കേഷ്യ, മാവ്, അതിനകത്തൊക്കെ ഉറുമ്പുകൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ചുമ്മാ അവർ താമസിക്കുന്നതല്ല, അവർക്കൊരു ജീവിക്കാൻ ഒരു സ്ഥലമാണ് പ്ലാന്റ് കൊടുക്കുന്നത്. തിരിച്ചെന്താണ് അപ്പൊ പ്ലാന്റിന് കിട്ടുന്നത്? ആരെങ്കിലും ഈ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യാൻ വരുവാണെങ്കിൽ ഉറുമ്പ് കയറി കടിക്കും. ഇപ്പൊ രണ്ടുപേർക്ക് ഇവിടെ ഒരു ഗുണം കിട്ടുന്നുണ്ട്, അതായത് ഒരു മ്യൂച്വലിസം ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. പ്ലാന്റ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ആക്ഷൻസ് കാണിക്കുന്നു. പക്ഷേ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കെമിക്കൽസ് വഴിയാണ്. ഒരു കാറ്റർപില്ലർ വന്നിട്ട് ഒരു ചെടിയുടെ ഒരു ഇല കഴിക്കുവാണ്, അപ്പോൾ തന്നെ അവിടുന്ന് വോളറ്റൈൽ ആയിട്ടുള്ള കുറെ കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. സ്വന്തം പ്ലാന്റ്സിനെ ഇൻഫോം ചെയ്യും, മറ്റുള്ള പ്ലാന്റ്സിനെ ഇൻഫോം ചെയ്യും. അങ്ങനെ ഒരു ഡിഫൻസ് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈവൻ ഈ കാറ്റർപില്ലറിന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രിഡേറ്റേഴ്സ് ഉണ്ടല്ലോ, അവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള കെമിക്കൽസ് പോലും ഈ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ആൾട്രൂയിസം കണ്ടു, കിൻ സെലക്ഷൻ കണ്ടു, മിമിക്രി കണ്ടു, അങ്ങനെ എല്ലാം കണ്ടു. ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? എന്താണ് നേച്ചർ നമ്മൾ ഇതിൽ നിന്നൊക്കെ പഠിപ്പിക്കുന്നത്? നമ്മളൊരു യാത്ര പോയി ഒരു തേനീച്ചയെ കണ്ടു, സ്വന്തം സിസ്റ്ററിന് വേണ്ടിയിട്ട് റീപ്രൊഡക്ഷൻ സാക്രിഫൈസ് ചെയ്യുന്നു. ഒരു വാമ്പയർ ബാറ്റിനെ കണ്ടു, ഇന്ന് ഫുഡ് ഷെയർ ചെയ്യുന്നു, നാളെ തിരിച്ചു കിട്ടുന്നു പ്രതീക്ഷിക്കുന്നു. ഒരു മീർകാറ്റിനെ കണ്ടു, ഒരു പ്രെഡേറ്റർ കാണുമ്പോൾ ഒരു വാർണിംഗ് കോൾ കൊടുക്കുന്നു. ഒരു പീകോക്കിനെ കണ്ടു, സർവൈവലിന് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ടെയിൽ കൊണ്ട് മേറ്റിനെ അട്രാക്ട് ചെയ്യുന്നു. ഒരു ഫംഗസിനെ കണ്ടു, ഒരു ഉറുമ്പിന്റെ മൈൻഡിനെ അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം കണ്ട സമയത്ത് പരസ്പരം ഒരു ബന്ധമില്ലാന്ന് തോന്നാം, പക്ഷേ ഇവിടെ ഒരു ഇൻവിസിബിൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എവല്യൂഷൻ ഒരു ഫ്യൂച്ചർ ഇല്ല, അതൊരു ഗോളും സെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ബെസ്റ്റ് ആയിട്ടുള്ളത് എന്താണോ വർക്ക് ചെയ്യുന്നത് അതിനെ സെലക്ട് ചെയ്ത് മുമ്പിലേക്ക് കൊണ്ടുപോകുന്നു. വർക്ക് ചെയ്യാത്തത് ഏതാണോ അതിനെ അബാൻഡൻ ചെയ്യുകയും ചെയ്യുന്നു. നേച്ചറിൽ സത്യം പറഞ്ഞ ഒരു ഹീറോസ് ഇല്ല, ഒരു വില്ലനും ഇല്ല. അവിടെ ഒരു ഹോസ്റ്റും ഒരു പാരസൈറ്റും ഉണ്ട്, ഒരു പ്രേയും ഒരു പ്രിഡേറ്ററും ഉണ്ട്, ഒരു മെയിലും ഒരു ഫീമെയിലും ഉണ്ട്. എല്ലാവരും ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട്, ജനറേഷൻസ് ആഫ്റ്റർ ജനറേഷൻസ് ആയിട്ട് ഒരു വലിയ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാമോ? കമൻറ്റ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാമോ? ബൈ.